നമസ്കാരം സുഹൃത്തുക്കളെ. കേരളം ഒരു സാധാരണ തെരഞ്ഞെടുപ്പിന്റെ മുന്നിലല്ല, ഒരു വലിയ രാഷ്ട്രീയ വഴിത്തിരിവിന്റെ വക്കിലാണ് നമ്മൾ ഇപ്പോൾ നിൽക്കുന്നത്. കണക്കുകൾ പുറത്തു വന്നു കഴിഞ്ഞു. 83 സീറ്റും 57 സീറ്റും. ഇതൊരു നമ്പർ മാത്രമല്ല, എന്തോ വലിയ മാറ്റം നടക്കുന്നു എന്നൊരു ശക്തമായ സൂചനയാണ്. പക്ഷേ ഇതിൽ ഒളിഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് നമ്മളെ ഏറ്റവും കൂടുതൽ ഞെട്ടിപ്പിക്കുന്നത്. അതായത് നേമത്ത് തീ പിടിച്ച പോരാട്ടം. ജയിച്ചാലും അതൊരു നാരോ എസ്കേപ്പ് ആകുമെന്ന അവസ്ഥ. പാലക്കാട് ഉയരുന്ന ആരോപണങ്ങൾ, അതായത് ശോഭാ സുരേന്ദ്രൻ പണം നൽകി എന്നത്, അത് സത്യമാണോ? അല്ലെങ്കിൽ എന്തെങ്കിലും കള്ളത്തരങ്ങൾ മറയ്ക്കാനുള്ള ഒരു പുകമറയായി മാറുന്നുണ്ടോ ആ പ്രചാരണങ്ങൾ? ഈ സംശയങ്ങളെല്ലാം ചേർന്നപ്പോൾ ചിത്രം അത്ര വലിയ സിമ്പിൾ അല്ലെന്ന് നമുക്ക് ഒറ്റ നോട്ടത്തിൽ മനസ്സിലാക്കാം. ഇതെല്ലാം കൂടി നോക്കുമ്പോൾ ഒരു വലിയ ചോദ്യം ഉയരുന്നുണ്ട്. മറ്റു സംസ്ഥാനങ്ങൾ കണ്ട അതേ പാറ്റേൺ, അതിന്റെ ഒരു നിഴൽ ഈ കേരളത്തിലും നടന്നോ? അല്ലെങ്കിൽ കേരളം അതിൽ നിന്നും വ്യത്യസ്തമായി നിൽക്കുകയാണോ ഇപ്പോഴും? അതാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ അന്തസത്ത നിലനിർത്തുന്ന ഏറ്റവും വലിയ സസ്പെൻസ്. മെയ് 4 പുറത്തു വരുന്നത് ഒരു റിസൾട്ട് മാത്രം ആയിരിക്കില്ല. അത് കേരളത്തിന്റെ അടുത്ത രാഷ്ട്രീയ ദിശ തന്നെ തീരുമാനിക്കുന്ന ഒരു വെർഡിക്റ്റ് ആയിരിക്കും എന്നത് സുനിശ്ചിതം. അതിനാൽ ഈ വീഡിയോയിൽ ഞാൻ പരാമർശിക്കുന്ന കാര്യങ്ങൾ വീഡിയോയുടെ അവസാനമെത്തുമ്പോൾ നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലാകും. ഈ കണക്കുകൂട്ടലുകൾക്കപ്പുറമുള്ള യഥാർത്ഥ കഥ അങ്ങേക്ക് വ്യക്തമായി ഞാൻ മനസ്സിലാക്കി തരാം. അതുകൊണ്ട് ഈ വീഡിയോ ഒന്നുപോലും സ്കിപ്പ് ചെയ്യാതെ നിങ്ങളൊന്ന് കേട്ടു നോക്കൂ. കാരണം ഇവിടെ പറയാൻ പോകുന്നത് സാധാരണ വിശകലനമല്ല, കേരള രാഷ്ട്രീയം തന്നെ പുതിയ രീതിയിൽ കാണാൻ സഹായിക്കുന്ന വലിയ സത്യങ്ങളാണ്. ഇപ്പോൾ രാജ്യത്തിന്റെ മുഴുവൻ കണ്ണുകളും കേരളത്തിലേക്ക് തിരിഞ്ഞിരിക്കുകയാണ്. ഇനി ഒരാഴ്ച മാത്രം. മെയ് 4 എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നറിയാൻ ഓരോ ആളും ആകാംക്ഷ ഭരിതരായി ഉറ്റുനോക്കുകയാണ്. ഏപ്രിൽ 9 പോളിംഗ് കഴിഞ്ഞതോടെ കണക്കുകൾ ഓരോ ദിവസവും മാറുകയാണ്. രാഷ്ട്രീയ ക്യാമ്പുകൾ പുറത്തേക്ക് ആത്മവിശ്വാസം കാണിച്ചാലും അകത്ത് വലിയ ആശങ്കയിലാണ്. ഇതൊരു സാധാരണ മത്സരമല്ല. അധികാരം നിലനിർത്താനുള്ള പോരാട്ടവും തിരികെ പിടിക്കാനുള്ള യുദ്ധവുമാണ് ഇവിടെ നടന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയനെ മുൻനിർത്തി വീണ്ടും അധികാരം പിടിക്കാമെന്ന ആത്മവിശ്വാസത്തിലാണ് LDF. പുറത്തേക്ക് 90 സീറ്റ് വരെ നേടാമെന്ന സന്ദേശം നൽകുന്നുണ്ടെങ്കിലും അകത്തെ കണക്കുകൾ 72 മുതൽ 77 വരെ മാത്രമാണ് CPM തന്നെ വിലയിരുത്തുന്നത്. പ്രചാരണത്തിന്റെ അവസാന ഘട്ടത്തിൽ അവർ ഡിഫൻസീവ് മൂഡിലേക്ക് പോയത് വലിയൊരു സൂചനയാണ് നൽകിയത്. മുഖ്യമന്ത്രിയെ കേന്ദ്രീകരിച്ച് മാത്രം ക്യാമ്പയിൻ നടത്തിയത് ഈ തെരഞ്ഞെടുപ്പിന്റെ തീവ്രത തന്നെ നമുക്ക് തെളിഞ്ഞു കാണാൻ സാധിക്കുന്നതാണ്. അതേസമയം UDF ക്യാമ്പിൽ ഒരു വ്യത്യസ്തമായ ആവേശം കണ്ടു തുടങ്ങിയിട്ടുണ്ട്. 10 വർഷത്തെ ഇടതു ഭരണത്തിന്റെ ഫുൾ സ്റ്റോപ്പ് ഇടാമെന്ന ആത്മവിശ്വാസം അവർ തുറന്നു പറയും. അതുകൊണ്ട് 80 മുതൽ 90 സീറ്റ് വരെ ഉറപ്പെന്ന കണക്കുകൾ അവർ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഫലം വരും മുമ്പ് അവർ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ കുറിച്ചുള്ള ചർച്ചകൾ കോൺഗ്രസിനകത്ത് ശക്തമാകുന്നത് വലിയൊരു സൂചനയായി നമുക്ക് കാണാം. ചില ഘടകകക്ഷികൾക്ക് ഇത് അസ്വസ്ഥത സൃഷ്ടിച്ചെങ്കിലും ഭരണം ഉറപ്പാണെന്ന വിശ്വാസം തന്നെയാണ് അതിന് പിന്നിൽ. ഭരണവിരുദ്ധ വികാരവും മുഖ്യമന്ത്രിക്കെതിരായ ജനരോഷവും ഈ തെരഞ്ഞെടുപ്പിന്റെ പ്രധാന ഇന്ധനമായി മാറിയിരിക്കുന്നു. ഇതൊരു കഥയല്ല, ഒരു ഗ്രൗണ്ടിൽ വ്യക്തമായി കാണുന്ന യഥാർത്ഥമായ സൂചന തന്നെയാണ്. ഇതിനിടയിൽ NDA ക്യാമ്പും വലിയ പ്രതീക്ഷയോടാണ് കാത്തിരിക്കുന്നത്. അക്കൗണ്ട് തുറക്കാമെന്ന വലിയ പ്രതീക്ഷ ഇപ്പോഴും അവർ വിടുന്നില്ല. നേമം, കഴക്കൂട്ടം പോലുള്ള മണ്ഡലങ്ങളിൽ വലിയ പ്രതീക്ഷ വെക്കുന്ന BJP പാലക്കാട് പോലുള്ള സ്ഥലങ്ങളിൽ അവസാന നിമിഷം വരെ തീപിടിച്ച പോരാട്ടം ഉണ്ടാകുമെന്ന കണക്കുകൂട്ടലാണ്. മഞ്ചേശ്വരം മുതൽ ഹരിപ്പാട് വരെ വോട്ട് ഷെയർ കൂട്ടാമെന്ന കണക്കുകളും അവർ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. പക്ഷേ ഇവിടെ ഏറ്റവും വലിയ ചോദ്യം ഉറച്ചു നിൽക്കുന്നു. കേരളത്തിൽ BJPക്ക് യഥാർത്ഥ മുന്നേറ്റം ഈ പ്രാവശ്യം സാധ്യമാകുമോ? അല്ലെങ്കിൽ അത് വെറും പ്രതീക്ഷയിൽ ഒതുങ്ങുമോ? ഈ സംശയം തന്നെയാണ് ഇപ്പോഴും രാഷ്ട്രീയ ചർച്ചകളുടെ മധ്യത്തിൽ നിലകൊള്ളുന്നത്. നമുക്കിനി കേരളത്തിലെ സീറ്റ് നിലയുടെ യഥാർത്ഥ ചിത്രം ഒന്ന് നോക്കിക്കാണാം.
നിങ്ങൾ ഈ കാണുന്ന ലിസ്റ്റ് ഒന്ന് പരിശോധിക്കാം. കാര്യങ്ങൾ ഇവിടെ വ്യക്തമാണ്. അതായത് 140 സീറ്റുകളിൽ UDF 83, LDF 57, NDA ഒന്നുമില്ല എന്നാണ് അവലോകനം. ഇതൊരു ചെറിയ ലീഡല്ല, ഇതൊരു വലിയ പൊളിറ്റിക്കൽ ഷിഫ്റ്റ് തന്നെയാണ്. ജനങ്ങളുടെ മനോഭാവം മാറിയെന്ന് തുറന്നു പറയുന്ന ശക്തമായ ഒരു സിഗ്നലാണ് നമ്മളിപ്പോൾ കാണുന്നത്. പക്ഷേ ഇതിലാണ് അസൽ സസ്പെൻസ്. അതായത് ഈ 83 സീറ്റുകൾ സേഫ് ആണോ, അല്ലെങ്കിൽ അവസാന നിമിഷത്തിൽ ഒരു സ്വിംഗ് മുഴുവൻ ചിത്രവും തന്നെ മാറ്റിമറിക്കുമോ? ഈ ഒരു ചോദ്യം ഇപ്പോഴും തുറന്ന നിലയിൽ കേരളത്തിൽ നിലനിൽക്കുന്നു എന്നതാണ് ഈ തെരഞ്ഞെടുപ്പിലെ നമ്മളെ വലയ്ക്കുന്ന ഏറ്റവും വലിയ സസ്പെൻസായി മാറുന്നത്. ഇനി നമ്മൾ ഈ ചിത്രം ഒന്നാഴത്തിൽ വിലയിരുത്തിയാൽ മലബാർ മേഖലയിലേക്ക് നോക്കുമ്പോൾ LDF ഇപ്പോഴും പോരാട്ടത്തിൽ തന്നെയാണ് നിൽക്കുന്നത്. കാസർഗോഡ്, കണ്ണൂർ അവിടെ അവരുടെ പ്രസൻസ് നിലനിർത്തിയിട്ടുണ്ട്. കണ്ണൂരിൽ 7 സീറ്റ് അത് അവരുടെ ലാസ്റ്റ് ഫോഴ്സസ് ആയി മാറിയിരിക്കുന്നു. കോഴിക്കോട് 7, തൃശൂർ 8, ഇവയൊക്കെ LDF ശക്തമായി ഫൈറ്റ് ബാക്ക് ചെയ്യുന്നുണ്ട്. അവർ പൂർണ്ണമായും വീണിട്ടില്ല, അത് ഇവിടെ വളരെ വ്യക്തമായി നമുക്ക് കാണാം. പക്ഷേ മലപ്പുറം എത്തിയാൽ ചിത്രം പൂർണ്ണമായി മാറുകയാണ്. 15 സീറ്റ് UDF. അതൊരു സാധാരണ വേവ് അല്ല, ഒരു സുനാമി തന്നെ അടിച്ചു എന്ന് തന്നെ പറയാം. ഇവിടെ ഡോമിനൻസ് പൂർണ്ണമായി മാറിയിരിക്കുന്നു. അതാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ ഏറ്റവും വലിയ മെസ്സേജായി നമ്മൾ കണക്കാക്കേണ്ടത്. ഇനി കൂടുതൽ ആഴത്തിലേക്ക് കടന്നാൽ, അതായത് സെൻട്രൽ കേരളത്തിലേക്ക് നമ്മൾ കടക്കുമ്പോൾ ഗെയിം പൂർണ്ണമായി മാറുകയാണ്. അതായത് എറണാകുളം UDF 13 സീറ്റ്. ഇതൊരു സാധാരണ ലീഡേ അല്ല, ഇതൊരു ക്ലിയർ പൊളിറ്റിക്കൽ മെസ്സേജ് തന്നെയാണ് നൽകുന്നത്. ജനങ്ങൾ ഒരു തീരുമാനത്തിൽ എത്തിയിരിക്കുന്നു എന്ന ശക്തമായ സിഗ്നലാണ് ഇവിടെ നിന്ന് നമുക്ക് ലഭിക്കുന്നത്. അതുപോലെ തന്നെ കോട്ടയം, ഇടുക്കി, പത്തനംതിട്ട അങ്ങനെ എല്ലായിടത്തും UDF ഒരു സ്റ്റഡി ഗ്രോത്ത് കാണിക്കുന്നു. ഇതൊരു ആക്സിഡന്റ് അല്ല, ഇതൊരു പ്ലാൻഡ് ഷിഫ്റ്റ് തന്നെയാണ് എന്ന് നമുക്കിവിടെ വ്യക്തമായി മനസ്സിലാക്കാം. അതായത് വോട്ടേഴ്സ് ശരിക്കും മാറിയിരിക്കുന്നു. ഇതൊരു കാഷ്വൽ സ്വിംഗ് അല്ല, ഇതൊരു ഡയറക്ഷൻ ചേഞ്ച് തന്നെയാണ്. ഈ മേഖല തന്നെ ഫൈനൽ റിസൾട്ട് നിർണ്ണയിക്കുന്ന ഗെയിം ചേഞ്ചർ സൂണായി മാറിയിരിക്കുന്നു എന്ന് വേണം നമുക്ക് ഈ അവലോകനത്തിൽ നിന്നും മനസ്സിലാക്കാൻ. അതുപോലെ തന്നെ കേരളം ഏറ്റവും കൂടുതൽ ഉറ്റുനോക്കുന്ന പാലക്കാട്ടിലേക്ക് എത്തുമ്പോൾ കഥ പൂർണ്ണമായി മാറുകയാണ്. 8 സീറ്റ് LDF, 4 സീറ്റ് UDF. ഇതാണ് കണക്കുകൾ. ഇത് നമുക്ക് വളരെ സിമ്പിളായി തോന്നും, പക്ഷേ ഗ്രൗണ്ടിൽ ചിത്രം അത്ര സിമ്പിൾ അല്ല. ശോഭാ സുരേന്ദ്രൻ പണം നൽകി എന്ന ആരോപണം അത് സത്യമാണോ, അല്ലെങ്കിൽ വലിയൊരു പുകമറയാണോ അത് സൃഷ്ടിക്കുന്നത്? എന്തെങ്കിലും മറയ്ക്കാനോ ആരെയെങ്കിലും രക്ഷിക്കാനോ അങ്ങനെ മറ്റ് കാര്യത്തിൽ നിന്നും ശ്രദ്ധ തിരിക്കാൻ ഉണ്ടാക്കിയ ഒരു നറേറ്റീവ് ആകാം ഇത് എന്ന് നിരീക്ഷകർ ഇപ്പോഴേ വിലയിരുത്തുന്നുണ്ട്. ആ ഒരു സംശയം പാലക്കാട് വളരെ ശക്തമാണ്. പാലക്കാട് ഒരു റിസൾട്ട് അത് സ്ട്രെയിറ്റ് ഫൈറ്റ് അല്ല എന്നത് വ്യക്തം. ഇവിടെ എന്തോ ഡീപ്പറായി നടക്കുന്നു. അതൊരു ശക്തമായ ഫീലിംഗ് പാലക്കാട് നിലനിൽക്കുകയും ചെയ്യും. ഇത് നമ്പേഴ്സ് കൊണ്ട് മാത്രം വായിക്കാവുന്ന ഒരു സ്ഥിതിയല്ല ഇന്ന് പാലക്കാട് നിലനിൽക്കുന്നത്. ഇത് പൊളിറ്റിക്സ് ഇൻസൈഡ് പൊളിറ്റിക്സ് ആണ് എന്ന് നിരീക്ഷകർ ശക്തമായി പറയുമ്പോൾ പാലക്കാട് പുകമറയുണ്ടോ, അതോ സത്യമായി കാര്യങ്ങൾ അവിടെ വിലയിരുത്തപ്പെടുമോ, ശരിയായ റിസൾട്ട് വരുമോ എന്നുള്ളത് 4-ാം തീയതി വരെ കാത്തിരിക്കണം എന്നതാണ് വോട്ടർമാരെ ഏറ്റവും അലട്ടുന്ന ഒരു സത്യം. ഇനി നമ്മൾ വളരെ ആഴത്തിൽ പരിശോധിച്ച് ദക്ഷിണ കേരളത്തിലേക്ക് വരുമ്പോൾ UDF ഒരു മൊമെന്റം കൂടുതൽ ശക്തമാകുന്നതായി നമുക്ക് കാണാം. അതായത് കൊല്ലം, ആലപ്പുഴ, കോട്ടയം അങ്ങനെ എല്ലായിടത്തും UDF വളരെ മുന്നിലായി കാണുന്നു. ഇതൊരു റാൻഡം ലീഡേ അല്ല, ഇതൊരു കൺസിസ്റ്റന്റ് ഡോമിനൻസ് ആണ്. പക്ഷേ ഈ മുഴുവൻ ഇലക്ഷന്റെയും ഹാർട്ട് ബീറ്റ് ഒരിടത്തേക്ക് തന്നെ കേന്ദ്രീകരിക്കുന്നുണ്ട്. അത് മറ്റൊന്നുമല്ല, തിരുവനന്തപുരമാണ്. പ്രത്യേകിച്ച് നേമം. അവിടെയാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ അസൽ ടെൻഷൻ നിലനിൽക്കുന്നത്. അവിടെയാണ് ഫൈനൽ ഡ്രാമ എഴുതപ്പെടുന്നതും.
അതായത് വളരെ വിശദമായി പരിശോധിച്ചാൽ തിരുവനന്തപുരത്ത് 14 സീറ്റിൽ UDF 9, LDF 5. ഇതൊരു കണക്കല്ല, ഇതൊരു എക്സ്പ്ലോസീവ് ബാറ്റിൽ തന്നെയാണ്. നേമത്ത് ഓരോ വോട്ടും നിർണായകമാണ്. ചെറിയൊരു സിംഗ് പോലും റിസൾട്ട് മാറ്റാൻ സാധിക്കും എന്നത് വ്യക്തം. ഇതൊരു സേഫ് സോണേ അല്ല, ഇതൊരു നൈഫ് എഡ്ജ് ഫൈറ്റ് തന്നെയാണ് ഇവിടെ നടക്കുന്നത്. അതുകൊണ്ട് UDF ജയിച്ചാലും അല്ലെങ്കിൽ LDF BJP ജയിച്ചാലും ഇതൊരു കംഫർട്ടബിൾ വിക്ടറി ആയിരിക്കില്ല എന്ന് വ്യക്തം. അതൊരു നാരോ എസ്കേപ്പ് ആയിരിക്കും. ഇവിടെ ആഘോഷമുണ്ടാകും, പക്ഷേ അതിനപ്പുറം വലിയ ടെൻഷൻ കൂടി ഉണ്ടാകും എന്നത് നിശ്ചയം. കാരണം അവസാന നിമിഷം വരെ ആരും ഉറപ്പായി ഒന്നും പറയാത്ത ഒരു അന്തരീക്ഷമാണ് ഇപ്പോഴും തിരുവനന്തപുരത്ത് നിലനിൽക്കുന്നത്. അപ്പോൾ നമുക്ക് ഒരിക്കലും ഉറപ്പിച്ച് പറയാൻ കഴിയില്ല തിരുവനന്തപുരത്ത് ആര് വിജയിക്കും എന്നത്. അതായത് കേരളത്തിലെ ഏറ്റവും വലിയ ത്രികോണ മത്സരം നടക്കുന്നത് തിരുവനന്തപുരത്തെ നേമം മണ്ഡലത്തിലാണ് എന്നത് ഇപ്പോൾ ഒരിക്കലും ഒരു അതിശയോക്തി അല്ല എന്നതാണ് ഈ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും വലിയ വ്യക്തമായ സത്യം. അപ്പോൾ ഒരു വലിയ ചോദ്യം ഉയരുന്നുണ്ട്. BJP മറ്റ് സംസ്ഥാനങ്ങളിൽ ഉപയോഗിച്ച സ്ട്രാറ്റജി കേരളത്തിൽ ആവർത്തിക്കുന്നു. പലർക്കും ആ ഭയമുണ്ട്. പക്ഷേ കേരളത്തിൽ അതിനത്ര സാധ്യതയില്ലെന്നാണ് പൊതുവായ വിലയിരുത്തൽ. എന്നാൽ തൃശൂരിൽ സുരേഷ് ഗോപിയുടെ വിജയം ഇപ്പോഴും ഒരു ആരോപണമായി ചർച്ച ചെയ്യപ്പെടുന്നത് സംശയങ്ങൾ പൂർണ്ണമായും ഇല്ലാതാക്കുന്നില്ല എന്നതാണ് ചൂണ്ടിക്കാട്ടുന്നത്. ഇതെല്ലാം നമ്മൾ ശ്രദ്ധിച്ചു നോക്കുമ്പോൾ ഈ പ്രദേശങ്ങളിലൊക്കെ വളരെ കാര്യക്ഷമമായ ഒരു കരുതലോ ഒരു കാവലോ അത്യാവശ്യമായി വരുന്നു എന്നതാണ് രാഷ്ട്രീയ നിരീക്ഷകരുടെ വിലയിരുത്തൽ. കാരണം ഇതൊരു സിമ്പിൾ ഇലക്ഷനെ ആയിരുന്നില്ല. ഇത് ഓരോ നീക്കവും ശ്രദ്ധിക്കേണ്ട ഒരു ഹൈ വോൾട്ടേജ് കോntest തന്നെ ആയിരുന്നു എന്നതാണ് ഇവിടെ സൂചന നൽകുന്നത്. അവസാനം നമ്മൾ ചിത്രം പൂർണ്ണമായി പരിശോധിക്കുമ്പോൾ ഒരേ കാര്യമാണ് എടുത്തു പറയുന്നത്. അതായത് കേരളത്തിൽ UDF ഇപ്പോൾ വളരെ മുന്നിലാണ്, LDF ഇപ്പോഴും പോരാട്ടം തുടരുകയാണ്. എന്നാൽ NDA ഇമ്പാക്റ്റ് വളരെ കുറവാണ്. പക്ഷേ അവർ ഫൈറ്റ് ഇതുവരെ നിർത്തിയിട്ടില്ല. കാരണം ഇതൊരു ഫിനിഷ്ഡ് ഗെയിം അല്ല. നേമം പോലുള്ള മണ്ഡലങ്ങളും പാലക്കാട് പോലുള്ള സംശയങ്ങളും അവസാന നിമിഷം വരെ റിസൾട്ട് മാറ്റാൻ കഴിയും എന്നതാണ് അവർ ഒരു ശുഭ സൂചനയായി കണക്കാക്കുന്നത്. അതായത് ചെറിയൊരു ഷിഫ്റ്റ് അത് വലിയൊരു മാറ്റത്തിന് വഴി തെളിക്കും എന്നവർ ഇപ്പോഴും വിശ്വസിക്കുന്നു. അതാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ യഥാർത്ഥമായ വിശ്വസിക്കാൻ പറ്റാത്ത ഒരു വലിയ സ്വഭാവമായി നിരീക്ഷകർ കാണുന്നത്. ഇങ്ങനെ നോക്കുമ്പോൾ അവസാന ചോദ്യങ്ങൾ ഇപ്പോഴും തുറന്ന നിലയിൽ തന്നെയാണ് നിൽക്കുന്നത്. അതായത് പാലക്കാട് പുകമറ അത് സത്യമാണോ? നേമത്ത് ആരാണ് ലീസ്റ്റ് മിനിറ്റ് ലീഡ് നേടുക? ഈ 83 സീറ്റ് എന്നത് UDFന് സേഫ് ആണോ, അല്ലെങ്കിൽ അത് കൊളാപ്സ് ആകുമോ? ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടുന്നത് ഒരേ ഒരു ദിനത്തിലാണ്. അത് കേരളം മുഴുവൻ ഇനി കാത്തിരിക്കുന്നത് മെയ് 4 എന്ന റിസൾട്ട് ദിനത്തിൽ തന്നെയാണ്. എന്നാൽ അതൊരു റിസൾട്ട് ഡേ മാത്രം ആയിരിക്കില്ല. അത് കേരളത്തിലെ പൊളിറ്റിക് വെർഡിക്റ്റ് ആണ് എന്നതാണ് സത്യം. അതായത് ഈ വലിയ യുദ്ധത്തിന്റെ അന്തിമ വിധി പറയുന്ന വലിയൊരു ദിനം. കാത്തിരിക്കാം നമുക്കും മെയ് 4 വരെ. ഈ വീഡിയോയ്ക്ക് വേണ്ട ഡേറ്റ ശേഖരിക്കാൻ എന്നെ സഹായിച്ച ഇപ്പോൾ ഹൈദരാബാദിലുള്ള ബഹുമാനപ്പെട്ട ജോസ് കെ എബ്രാഹിമിന് ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തട്ടെ. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ ഒരിക്കലും നിങ്ങൾ മടി കാണിക്കരുത് എന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. അതുപോലെ തന്നെ ഈ വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ബന്ധുജനങ്ങൾക്കും നിങ്ങൾക്ക് ഇഷ്ടമുള്ള എല്ലാവർക്കും തന്നെ ഷെയർ ചെയ്തേ മതിയാവും. കാരണം അവരുടെ അഭിപ്രായവും നമുക്ക് സ്വരൂപിക്കേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ വീഡിയോയെ പറ്റിയുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ, നിങ്ങളുടെ പരാമർശങ്ങൾ എല്ലാം കമന്റായി ഞങ്ങളെ എഴുതി അറിയിക്കണമേ എന്നും വിനീതമായി അഭ്യർത്ഥിക്കട്ടെ. നിങ്ങളുടെ ഓരോ കമന്റുകളും നിങ്ങളുടെ ഓരോ മെസ്സേജുകളും ഞങ്ങൾ സസൂക്ഷ്മം വീക്ഷിക്കും. നിങ്ങളുടെ ഓരോ കമന്റിനും വ്യക്തമായ മറുപടി ഞങ്ങൾ ഇവിടെ തന്നെ നൽകും എന്നും ഞങ്ങൾ ഉറപ്പ് നൽകട്ടെ. അതുപോലെ തന്നെ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതാണ് നിങ്ങൾ വീഡിയോകൾ കാണുന്നതെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളുടെ ഈ വലിയ പോരാട്ടത്തിൽ നിങ്ങളും ഞങ്ങളോടൊപ്പം ഉണ്ടാകണമേ എന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. ഇനി മറ്റൊരു വിഷയമായി വേറൊരു വീഡിയോയിൽ വരുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.